ഏറ്റെടുത്തിട്ടുള്ളത്. മാത്രമല്ല എനിക്ക് കുറച്ച് ദൂരെ ഇന്ന് തന്നെ കുറച്ച് ദൂര സ്ഥലത്തേക്ക് ഇന്ന് രാത്രി തന്നെ യാത്ര തിരിക്കേണ്ടതുണ്ട്. അതിന് എനിക്കെൻ്റെ നാട്ടിലെത്തിയിട്ട് വേണം. ഏതായിരുന്നാലും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചു വേണം സഹകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ എല്ലാ ആളുകളും വളരെ ഒരു വലിയ പ്രോത്സാഹനമാണ് ഈ ദീനിനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് ഇവിടെ വളരുമ്പോൾ ഇവിടെ നന്മകൾ വളരും, ഇവിടെ കുടുംബങ്ങളിൽ സമാധാനം പുലരും, നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും സന്തോഷവും വരും. അതിനുള്ളൊരു കേന്ദ്രമായി മാറാൻ ഈ ഖുർആൻ പാഠശാലയ്ക്ക് കഴിയട്ടെ എന്നതാണ് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന. നിങ്ങളെല്ലാവരെയും ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് ഖുർആൻ ഉദ്ഘോഷിക്കുന്ന സമാധാനം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന ദിവസം നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കണം എന്ന ഒരു ലക്ഷ്യം ഒരിക്കലും എന്നിലുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ സംസാരിച്ച ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം ഒരു പുതിയ ദഅവത്തിൻ്റെ വിസ്ഡം ഗാലറിയെക്കുറിച്ചുള്ളൊരു സ്റ്റഡി, അതിൻ്റെ അത്യാവശ്യത്തിന് വേണ്ടി മദ്രാസിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര പെരിന്തൽമണ്ണയിൽ നിന്ന് 10 മണിക്ക് പുറപ്പെടണമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ യാത്ര ചെയ്ത് വന്ന ആളുകളെ നിരാശരാക്കേണ്ട എന്ന ഉദ്ദേശത്തോടെ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈത്തപ്പനത്തോട്ടങ്ങളാൽ നിബിഡമായി കിടക്കുന്ന മദീനയുടെ തെരുവോരങ്ങളിലൂടെ ലോകത്തിൻ്റെ നായകൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മൊത്തുള്ള ചെറിയൊരു യാത്രയിൽ ആ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ ഹബീബിനോട് പറഞ്ഞു, നബിയെ, ലോകത്ത് ഈ ഉമർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അത് അങ്ങയോടാണ് നബിയെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത് പോരോ ഉമറേ, അത് പോരോ ഉമറേ, നിന്നെക്കാളുപരി നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ വിശ്വാസം പൂർണ്ണമല്ല എന്ന് പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അതിനും ഞാൻ തയ്യാറാണ്. എന്നെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അതങ്ങയോടാണ് നബിയെ എന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിൻ്റെ മണിമുത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കാനും വിശുദ്ധ ഖുർആനിൻ്റെ 9-ാമത്തെയും സൂറത്ത് തൗബയുടെ 24-ാമത്തെ വചനത്തിൽ സൃഷ്ടാവായ റബ്ബ് പറയാൻ, قل إن كان آباؤكم وأبناؤكم وعشيرتكم وإخوانكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. അത്താണിയേക്കാനും അവലംബമേക്കാനും കൂടെ നിൽക്കേണ്ടവരെന്ന മാതാപിതാക്കളെക്കാൾ, കണ്ണിനാനന്ദം നൽകുന്ന തരുണീമണികളായ മക്കളെക്കാൾ, സമാധാനം കണ്ടെത്തുന്ന ഭവനങ്ങളെക്കാൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് ആരോടാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്.
ആ പ്രവാചകന്റെ മഹത്വവും സ്ഥാനവും ജീവിതങ്ങളിലൂടെ വിസ്മരിച്ചു പോയ ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ ഇവിടെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഹൈന്ദവ സമുദായം ഏറ്റവും കൂടുതൽ ആദരവോടുകൂടെ കാണുന്ന മഹചരിതമാലയിൽ ഒരു വിവാഹം എങ്ങനെ നടക്കണമെന്ന മാതൃക നമ്മൾ പഠിക്കുന്നുവെങ്കിൽ അവിടെ പോലും എഴുതി വെക്കുന്നു, ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നല്ല വിവാഹമുണ്ടെങ്കിൽ അത് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയുടെ വിവാഹമാണ് എന്ന് രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഇവിടെ ഹൈന്ദവ സമുദായം വിട്ട ക്രൈസ്തവ സമുദായത്തിലെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും പറയാനുള്ളത് ആ പ്രവാചകന്റെ മഹത്വമാണ്. 100ഓളം വരുന്ന നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ മൈക്കിൾ എച്ചാർട്ട്, ദി 100 ബൈ മൈക്കിൾ എച്ചാർട്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അതുല്യമായ വ്യക്തിത്വത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദി മോസ്റ്റ് ഇൻഫ്ലുവൻസ്, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബത്ത് വെക്കാൻ എങ്ങനെയാ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, എങ്ങനെയാ അള്ളാഹിന്റെ ഹബീബിനെ ഫോളോ ചെയ്യുക? ആ പ്രവാചകൻ ഏതൊരു കാര്യം വിശ്വാസിയുടെ ജീവിതങ്ങളിലൂടെ പറഞ്ഞു പോയോ അവിടെ പൂർണ്ണമായും അള്ളാഹിന്റെ ഹബീബിനോട് അനുസരണ വെക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ തന്നെ പറയുകയാണ്. വിശ്വാസി സമൂഹത്തോട് വിളിച്ചുകൊണ്ടുള്ള പടച്ച തമ്പുരാന്റെ താക്കീത് എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണേ, അവിടുത്തെ ഹബീബിനെ നിങ്ങൾ അനുസരിക്കണേ. ആ പ്രവാചകനെ പൂർണ്ണമായും ഒരു അനുസരണ പടച്ച തമ്പുരാന് കൊടുക്കണമെന്ന് പറയുമ്പോൾ അറബി ഭാഷയിലെ അത്തിയോ എന്ന് പറയുന്ന പദമുണ്ടല്ലോ, 2 തവണ പടച്ച തമ്പുരാന് ആവർത്തിച്ചത് എന്തിനാ? അള്ളാഹന്റെ ഹബീബിനെ അനുസരിക്കണമെന്ന് പറയാനാണെങ്കിൽ തീർന്നില്ല, ഖുർആന് വീണ്ടും ജനങ്ങൾക്ക് മുമ്പിലൂടെ ആവർത്തിച്ചുകൊണ്ട് പറയാ. 4-ാം അധ്യായത്തിന്റെ 59-ാമത്തെ വചനമാണെങ്കിൽ വീണ്ടും സൂറത്തുൻ നിസാ തന്നെ ആവർത്തിക്കുന്ന വാക്കെന്താണെന്നറിയോ? വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആര് അള്ളാഹന്റെ ഹബീബിനെ അനുസരിച്ചു പോയോ, ആര് റസൂലുള്ളാഹിനെ അനുസരിച്ചു പോയോ, അവൻ അനുസരിക്കുന്നത് അള്ളാഹനെയാ. ആ അനുസരണ അള്ളാഹ്ക്കുള്ളതാണ്. കാരണം സൂറത്തുൻ നജ്മിന്റെ 3-4 ആയത്തിൽ അള്ളാഹ് പറഞ്ഞു ആ റസൂലുള്ളാഹിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. അള്ളാഹിന്റെ വഹിയല്ലാതെ സംസാരിക്കൂല. അങ്ങനെയുള്ളൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അനുസരിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഒന്നാലോചിച്ച് നോക്കിയ നിങ്ങൾ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെയാണ് നമ്മൾ അനുസരിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞ വാക്കുണ്ടോ ജീവിതത്തിൽ? ആ പ്രവാചകനെ ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു ആ റസൂലുള്ളാഹി ഏതൊരു കാര്യം പറഞ്ഞുവോ അവിടെ പൂർണ്ണമായും അല്ലാഹുവിന്റെ ഹബീബിനെ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിലേക്ക് പോകണോ, നരകത്തിൽ നിന്ന് രക്ഷ വേണോ? മാമിൻ ഷൈയുഖരിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസുക്കും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനുള്ള ഏതേത് കാര്യമുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല. വമാമിൻ ഷൈയബുദുക്കും മിനന്നാർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് മുഴുവനും നിങ്ങളുടെ മുമ്പിലൂടെ പറഞ്ഞു തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാനം കൊടുത്ത പ്രവാചകന്റെ വാക്കാ. പക്ഷെ എത്ര ഹദീസ് കണ്ടാലും ഹബീബിന്റെ വാക്കുകളെ കണ്ടാലും എൻ്റെ പ്രിയമുള്ളവരെ എവിടെയാ അനുസരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ ഹബീബിന്റെ വാക്ക് കണ്ടോ? ഈമാനിന്റെ ശാഖകളെ കുറിച്ച് പഠിപ്പിച്ചു തരുമ്പോ അള്ളാന്റെ ഹബീബ് പറയാ, അതിലേറ്റവും താഴെയുള്ള ശാഖ എന്താണെന്നറിയോ? ഇമാത്തത്തുല്ലദാ അനിത്വരീഖ്. വഴിയിൽ നിന്ന് ഉപദ്രവ വസ്തുക്കളെ നീക്കം ചെയ്തോ. വഴിയിൽ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല, അത് റസൂലുള്ളാഹി പറഞ്ഞു. അവിടെയും നമ്മൾ ആ റസൂലിന്റെ പേരിൽ ധിക്കരിക്കുന്ന ഒരു ആഘോഷയാത്രക്ക്. എന്നാൽ അവിടെ റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ജന്മദിനം വേണ്ടേ ഇസ്ലാമിൽ? നബിദിനമില്ലേ? ഉണ്ട്. എന്ന തിങ്കളാഴ്ച, എല്ലാ തിങ്കളാഴ്ചയും നബിദിനവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. എന്താ? സുയിലൻ സൗമി യൗമിൽ ലിസ്നൈൻ.
തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കപ്പെടുകയാണ്. കാല അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുകയാണ്, ഫീഹി വലിത്തോ, ആ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്നാ, വബോയിസ്തോ എന്നെ പ്രവാചകനായി നിയോഗിച്ചത്, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടതും ആ തിങ്കളാഴ്ചയാണ്. അങ്ങ് ഹിറാ ഗുഹയിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകനായിരിക്കുന്ന ഘട്ടങ്ങളിലൂടെ നുബുവത്തിന്റെ ഇളം തെന്നലുമായി മലക്കു ജിബ്രീൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പ് ആദ്യമായി പെയ്തിറങ്ങിപ്പോയ നിമിഷമുണ്ടല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന മനോഹരമായ ഖുർആനിന്റെ വചനം അവതീർണമായത് അതൊരു റബീഉൽ അവ്വൽ 12-ലല്ല, അതൊരു തിങ്കളാഴ്ചയാണ് എന്ന് പഠിപ്പിച്ചു തരുമ്പോ, അതുകൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുത്തോ. ചിന്തിക്കുക എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എത്രമാത്രം ആഴ്ചകളിലൂടെ തിങ്കളാഴ്ച കടന്നുപോയവരാ. ഒരു തിങ്കളാഴ്ച ഹബീബിനോട് മഹബത്ത് വെച്ചുകൊണ്ട് ഒരു നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ പഴുന്നാനയിലൂടെ വെള്ളിത്തിരുത്തിയിലൂടെ കിഴക്കുമുറിയിലൂടെ നടുനീളൻ യാത്ര നടത്തിയ അതല്ലാന്റെ ഹബീബിനോടുള്ള സ്നേഹമാണോ? ആ റാലിയുടെ 100-1 ആളുകൾ അന്ന് പള്ളിയിൽ നിന്ന് ഉച്ചക്ക് വിളിച്ചു പറയുകയാണ്, ഹയ്യ അലസ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിച്ചു പറയുമ്പോ നമസ്കാരത്തിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാ എത്ര പേരുണ്ട് പ്രവാചക സ്നേഹികൾ എന്ന് പരിശോധിക്കുമ്പോ അവിടെയും അല്ലാഹുവിന്റെ ഹബീബിനോട് അനുസരണ കൊടുക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം പള്ളിയിൽ ഓതിയ അറബി ഖുത്ബയിൽ ചോദിക്കും, നിങ്ങൾ ഖത്തീബുമാരോട് ചോദിക്കോ, അറബിയിലെ നബാത്തിയ ഖുത്ബയുടെ അർത്ഥമെന്ന് പറഞ്ഞു തരോ? റബീഉൽ അവ്വലിലെ ഖുത്ബ ജനങ്ങളെ ആഘോഷിക്കണമെന്ന് പറഞ്ഞില്ല, ജനങ്ങളെ സന്തോഷിക്കണമെന്ന് പറഞ്ഞില്ല, റസൂലുള്ള ജനിച്ച മാസമാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ല. മറിച്ച് എന്താണ് മിമ്പറിന്റെ മേലെ ഉസ്താദിന് പറയാറുള്ളതെന്നറിയോ? ഇതുപോലുള്ളൊരു മാസമാ ലോകത്തിന്റെ നായകൻ ഈ ലോകത്തോടെ വിട പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ഹബീബിന്റെ വഫാത്തിന്റെ നൊമ്പരങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് മിമ്പറിൽ നിന്ന് ഖത്തീബ് ചോദിക്കയാ, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത്? ഏത് കുന്നത കുലജാതനാ തലയുയർത്താൻ കഴിയായെന്ന് ഖത്തീബ് ചോദിക്കുമ്പോ, തലേ ദിവസത്തിന്റെ ബീഫ് കഴിച്ചതിന്റെ പേരിൽ എരുകൂടിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നല്ലാതെ ഹബീബിന്റെ വഫാത്ത് ഓർത്തുകൊണ്ട് ഒരിറ്റ് കണ്ണുനീര് വീണുപോയോ? പൊന്നുമോനെ, എവിടെയാ റസൂലിനോട് മഹബത്തുണ്ടായത്? പൂർണ്ണമായ അനുസരണ കൊടുക്കാൻ പറ്റോ? ആ റസൂലുള്ളാഹിനെ അനുസരിക്കണമെന്ന് നമ്മൾ പറയുമ്പോ അടുത്ത ആരോപണം ഇതാ പേമാരി പോലെ പെയ്തിറങ്ങി വരുന്നത് എന്താണെന്നറിയോ? കണ്ടോ, മുജാഹിദുകളായ ആളുകൾക്ക് റസൂലില്ല, അല്ലാഹുവിന്റെ ഹബീബിനെ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവനാ, ആ പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണെന്ന് ഈ ആരോപണം ആരുടെ വായിൽ നിന്ന് ഉദ്ധരിച്ചുവോ? പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. അള്ളാഹുവിന്റെ കോടതിയെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, അള്ളാഹിന്റെ മഹ്ശറിനെ നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ പശ്ചാത്തപിച്ച് നടന്നോ. ഇന്നിതാ ഈ പഴുന്നാനയുടെ മണ്ണിൽ നിങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാ, ഈ വാക്കിന് പടച്ച തമ്പുരാനാണ് സാക്ഷി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം സാധാരണ ഒരു മനുഷ്യനാണെന്ന് പറയുന്നവരോ കാഫിറാണ്, കാഫിറാണ്, കാഫിറാ. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ അവൻ കാഫിറാ. ഇതാണ് മുജാഹിദുകളുടെ വിശ്വാസമെങ്കിൽ പിന്നെ ആരായി കള്ളം ജനങ്ങളോട് പറഞ്ഞു കൊടുത്തതാരാ? ഈ വ്യാജം ജനങ്ങളോട് പറഞ്ഞു കൊടുത്തതാരാ? പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഉദരപൂരണത്തിന് നഷ്ടം സംഭവിക്കുമോ എന്ന ഭയം സംഭവിക്കുമ്പോ ഞങ്ങൾക്ക് നേരെ കയ്യേറ്റം നടത്തിയവരാണെങ്കിൽ പഠിച്ചോ, അല്ലാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനല്ല.
ആ റസൂലുള്ള മുഅ്ജിസത്തുള്ള നബിയാ, ആകാശലോകമായി ബന്ധമുള്ള വഹിയുള്ള നബിയാ. ആ റസൂലുള്ളാന്റെ വിയർപ്പിന് പോലും കസ്തൂരിയെക്കാളും ശോഭയുണ്ടെങ്കിൽ, ആ റസൂലുള്ളാന്റെ എന്തിനും ബറക്കത്തുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണെന്നറിയോ? മുജാഹിദുകൾ റസൂലുള്ളാനെ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതറിയോ? ആ റസൂലുള്ളാനെ കച്ചവട കമ്പോളത്തിലൂടെ കൊണ്ടുവന്നിട്ട് ആ പ്രവാചകനെ കച്ചവടച്ചരക്കാക്കുമ്പോ ഞങ്ങൾ പറയും വേണ്ട, ആ റസൂലുള്ള വിൽപ്പന നടത്താനുള്ള നബിയല്ല, ആ റസൂലുള്ളാനെ കച്ചവടം ചെയ്യാനുള്ള നബിയല്ല. അറിയോ നിങ്ങൾക്ക് റസൂലുള്ളാന്റെ മുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിതാ 72 സെന്റിമീറ്ററോളം നീളം വരുന്ന മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപക്ക് വേണ്ടി വിൽപ്പന നടത്തിയവര് അന്നും പറഞ്ഞു കണ്ടോ, ആ മുടിക്കെതിരെ നിങ്ങൾ കച്ചവടം ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോ മുജാഹിദുകൾ റസൂലുള്ളാന്റെ മുടിക്കോ ബറക്കത്തില്ല എന്ന് പറഞ്ഞു പോയില്ലേ? അന്ന് ഞങ്ങൾ പറഞ്ഞു റസൂലുള്ളാന്റെ മുടിക്ക് ബറക്കത്തുണ്ട്, എന്നാൽ സാറേനെ കാണിച്ച സൂറാനെ കെട്ടിക്കാ ഞങ്ങളെ കിട്ടൂല്ല. റസൂലുള്ളാന്റെ മുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങ് ബോംബെക്കാരൻ ജാലിയൻ വാലന്റെ കയ്യിൽ നിന്ന് മുടി കെട്ടുകൊണ്ട് വന്നിട്ടോ കേരളത്തിന്റെ മണ്ണിൽ 42 കോടിക്ക് വേണ്ടി കച്ചവടം ചെയ്തിട്ടോ അത് ഹബീബിന്റെ മുടിയാണെന്ന് പറഞ്ഞ ഇല്ല മക്കളെ, ആ വഴിക്ക് ഞങ്ങളെ നോക്കണ്ട. അതുകൊണ്ടും തീരുന്നില്ലല്ലോ. മുടിക്കച്ചവടം കഴിഞ്ഞ് പൊടിക്കച്ചവടം കഴിഞ്ഞു, അത് കഴിഞ്ഞ് പാത്രക്കച്ചവടം കഴിഞ്ഞ് തീർന്നില്ല. ഹബീബിന്റെ ചെരുപ്പിന്റെ രൂപം തുന്നിക്കൊണ്ട് ഇവിടത്തെ ഈ കെ സമസ്തയുടെ ആളുകള് ഔദ്യോഗികമായ ദർശന ചാനലിലൂടെ പരസ്യം കൊടുക്കുകയാ. പ്രവാചകന്റെ ചെരുപ്പിന്റെ രൂപം തുന്നിയ തുണികള് 4444 രൂപക്ക് ഉടൻ തന്നെ ബുക്ക് ചെയ്തു. ഉടൻ ഡെലിവറി, പരിമിതമായ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വലംബിരി ശംഖിന്റെ പരസ്യം പോലെ, ടേബിൾ മാറ്റിന്റെ പരസ്യം പോലെ അള്ളാഹന്റെ ഹബീബിനെ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോ നമ്മൾ പറഞ്ഞില്ലേ, അതും റസൂലുള്ളാഹിനോടുള്ള സ്നേഹമല്ല, അത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തല്ല. ഒരു ചിന്ത റസൂലുള്ളാഹിനെ കച്ചവടം ചെയ്യാം, മറ്റുള്ളവർക്കിടയിൽ പോലും മോശമായ രീതിയിലൂടെ പ്രചരിപ്പിക്കാം. എന്താ മുസ്ലിമിന്റെ ദൗത്യം? ആ ഹബീബിന്റെ സന്ദേശം ഹൃദയങ്ങളിൽ കൈമാറുന്നതിന് പകരം മുടിയും പൊടിയും കൊണ്ട് തെരുവിലിറങ്ങുക ആണോ? ഇതിന്റെ പേര് റസൂലുള്ളാഹിക്ക് സ്ഥാനമില്ലാന്നോ, മഹത്വമില്ലാന്നോ, മഹബത്ത് വേണ്ടാന്നോ, ബറക്കത്തില്ലാന്നോ നമ്മൾ പറഞ്ഞോ? അതൊക്കെ ഉള്ള നബിയ. ആ റസൂലുള്ളാഹിനെ അംഗീകരിച്ച് ലോകത്ത് തുല്യം വെക്കാൻ കഴിയും ഇതുപോലൊരു ജീവിതം? ഇത്ര മഹത്വറ്റ ജീവിതം ഉണ്ടായിട്ട് ആ ഹബീബിന്റെ ജീവിതത്തെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? 1948 ഇടങ്ങളിലൂടെ തലചായ്ക്കാൻ ഇടമുണ്ടായില്ലായിരുന്ന ഇസ്രയേലിന്റെ ആളുകൾക്ക് ഫലസ്തീനിന്റെ മണ്ണിൽ അഭയം കൊടുക്കുമ്പോൾ 1954 ആകുമ്പോഴേക്ക് ആ നാടിനെ ചവിട്ടിമതിക്കാൻ തയ്യാറായ ജൂതന്മാരോട് UN എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലേക്ക് ഒരു കയ്യിൽ AK-47 തോക്കും മറുകയിൽ ഒരു വൃക്ഷത്തിന്റെ ഇലയുമായി കിടന്നു ചെന്ന DLOയുടെ വിപ്ലവ നായകൻ യാസിർ അറഫാത്തിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ യാസിർ അറഫാത്തിന്റെ ഭാര്യ, എത്ര വലിയ വിപ്ലവ നായകന്റെ, കേരളത്തിന്റെ പാലക്കാട് ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത ആ ഗാസയുടെ വിപ്ലവ പോരാളിയുടെ ഭാര്യ സുഹബിന്നിയുടെ മാധ്യമ പ്രവർത്തകരോട് പറയാ, എന്റെ ഭർത്താവിനെ 100 തവണ ഡൈവോഴ്സ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ പഠിക്കണം ലോകത്തിന്റെ നായകന്. കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ നയതന്ത്ര പ്രതിനിധിമാര് കാത്തിരിക്കുക അള്ളാന്റെ ഹബീബിനെ ഒന്ന് കാണാൻ. ഈ സമയത്തും ഭാര്യ ആയിഷയോടുകൂടെ ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തിയ ലോകത്തിന്റെ മുത്തു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രീയ, രാഷ്ട്രാന്തരിക, സാമ്പത്തിക, ദാമ്പത്തിക മേഖലകളിലെല്ലാം വ്യക്തമായ മാതൃക കാണിച്ചു തരുമ്പോ ആ റസൂലുള്ളാഹിനെ വേണ്ടല്ലേ? എന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ മഹിതമായ ജീവിതത്തെ പറയാനോ അതിനെ ഫോളോ ചെയ്യാനോ തയ്യാറാവാതെ കൊണ്ടോ മുടിമുക്കിയ വെള്ളം വേണോ, പൊടിമുക്കിയ വെള്ളം വേണോ, ഇത് പറയാൻ നടക്കുന്നവരെ ചിന്തിക്കാം. പിന്നെ പറയുന്ന ആരോപണം ആ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തില്ലാത്തവരാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രസംഗത്തിൽ ഇതുവരെയുള്ള സംസാരത്തിൽ എവിടൊക്കെ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞോ അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? പിന്നെന്താ സ്വലാത്തില്ലാത്തവരാന്ന് പറയുന്നത്? ഞാനിത് ഈ പരിപാടിക്ക് വേണ്ടി കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട്, ശ്രദ്ധിക്കാം അല്ലേ? ഞാൻ പറയാം, മൈക്കൊക്കെ പൈസ കൊടുക്കണം, സ്റ്റേജിന് പൈസ കൊടുക്കണം, എല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അൽഹംദുലില്ലാ മൈക്കൊക്കെ പൈസ ഇല്ല. നിങ്ങൾ അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ
പിന്നീട് സംഭാവന അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തും അദ്ദേഹത്തിന് ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ചൊക്കെ നിങ്ങൾ ഇതിനൊക്കെ പൈസ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ സ്വലാത്ത് ചൊല്ലുക. ഇവിടെ എന്നെ കണ്ടിട്ടേ പോവാവും, ഞാൻ ഇവിടെ ഒരു കസേര ഇട്ടിരിക്കുക. എന്നിട്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വലിയ നോട്ടൊക്കെ വരുമ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ വക അഭ്യാസത്തിന് നമ്മൾ നിൽക്കലില്ല. ഇല്ല ഇല്ല. പ്രസംഗത്തിന് ഒരു ആരവം കൂട്ടാൻ വേണ്ടി എന്താ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തത്? നിങ്ങൾ ആലോചിച്ചൊക്കെ. ഞാൻ പ്രസംഗത്തിന്റെ ഇടയിൽ ഞാൻ ടൈം നോക്കുന്ന എന്തിനാ? എൻ്റെ ടൈം 10 മണിക്കുള്ളിൽ എങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ പറയാൻ പറ്റും? നിങ്ങൾ ആലോചിച്ചൊക്കെ. നിങ്ങൾ അതിൻ്റെ ഇടയിൽ വാച്ച് നോക്കിയാൽ ഞാൻ മനസ്സിലാക്കും നിർത്താനുള്ള സമയം അയക്കണോ. അങ്ങനല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വാച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന സദസ്സൊന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉണർത്താൻ വേണ്ടി എന്താ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തത്? ഹബീബായ റസൂലുള്ളാഹ്, മദീനയുടെ മണവാളനേ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ്, യാ മല്ലം യംലഇൽ ബത്ന ബിശ്ശഗീർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ മല്ലം യൽബസിൽ ഹരീർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരവം കൂട്ടിക്കാനാണോ? അല്ല, അതൊരു പ്രാർത്ഥനയാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളമായിട്ട് ചൊല്ലുക, ധാരാളമായിട്ട് ചൊല്ലുക. ഒരു സ്വലാത്ത് ചൊല്ലിയ 10 ഗുണം അല്ലാഹു തരും. അത് ഹബീബിന് വേണ്ടി. അതിന് ആരെങ്കിലും നമ്മുടെ പഴുന്നാനയിൽ കഴിഞ്ഞ പ്രാവശ്യം സ്ലിപ്പ് കൊടുന്ന പോലെ നിങ്ങൾക്ക് ചൊല്ലാനുള്ള സ്വലാത്തൊക്കെ ചൊല്ലി നമ്പർ എഴുതിക്കോ. കേച്ചേരി മമ്പൂലുദയിൽ കൊണ്ടുപോയി കൊടുത്തോ. അവിടെ പിന്നെ ഇവിടുത്തെ കൂറത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളാളിനപ്പുറം മംഗലാപുരത്തിലെ പുത്തൂരിനടുത്തുള്ള കബാക്ക പുത്തൂരിനടുത്തുള്ള ഒരു ഗ്രാമമാണ് കുറേ. ഞാൻ പ്രസംഗിച്ചിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് എത്ര കൃത്യമായിട്ട് പറയും. അവിടെ ഉള്ളൊരു തങ്ങളാണ് ഈ കൂറത്തങ്ങൾ. അദ്ദേഹം വന്നിട്ട് ഈ സ്വലാത്തൊക്കെ ചവിട്ടിക്കയറ്റിക്കൊള്ളും. നിങ്ങൾ ആലോചിച്ചൊക്കെ. അത് കൂറത്തുനിന്ന് പോയി എന്നല്ലാതെ നമുക്ക് പുണ്യം കിട്ടൂല. സ്വലാത്തിന് പുണ്യം. ഒരു സ്വലാത്ത് ചൊല്ലിയോ അങ്ങ് ഹബീബിന് വേണ്ടി മലായികത്തുകൾ എത്തിച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലിക്കോ. എത്ര ജീവിതങ്ങളിലൂടെ ചെല്ലാൻ കഴിയോ അത്രമാത്രം സ്വലാത്ത് ചൊല്ലിക്കോ. അതിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് നഗറിലേക്ക് ഓടണ്ട. അതിൻ്റെ പേരിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കഅബാലയത്തെ ഉണ്ടാക്കി വെക്കണ്ട. അറിയോ നിങ്ങൾക്ക് റമദാനിന്റെ അവസാനത്തെ പത്തില് കോണോമ്പാറയിലെ മുട്ടിപ്പടിയിലെ സ്വലാത്ത് നഗറിലോട് കഅബാലയത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പാവപ്പെട്ടതായ ജനങ്ങൾ അതിന്റെ മുന്നിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്ന വ്യാജ സ്വലാത്തിന്റെ മദ്രസകൾ കൊണ്ടുവരുമ്പോ എൻ്റെ ഹബീബിന് സ്വലാത്ത് ചൊല്ലാ. എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പുരോഹിതന്റെ കാലിന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല. മറിച്ചാവുന്നത്ര സ്വലാത്ത് ചൊല്ലുക. ഇതേ നമ്മൾ അതിന്റെ പേരിൽ സ്വലാത്തില്ലാത്തവരാ എന്ന് പറയാനുള്ള കാരണം. ഇപ്പൊ 27 രാവിലെ എല്ലാവരും വണ്ടി കയറി പോവാ. ഇവിടേക്ക് കോണമ്പാറയിലേക്ക്, അതുപോലെ തൃശ്ശൂർ കൂരിക്കുഴിയിലേക്ക്. നമ്മൾ പറഞ്ഞു റസൂലുള്ള എന്താ ചെയ്തേ? പള്ളിയിലിരുന്നു. അങ്ങനല്ലേ? നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ ദഫൊക്കെ കൊട്ടുമ്പോൾ പറയും റമദാനിൽ റസൂലുള്ളാഹിന്റെ ചര്യ എന്താ 30 നാളിലെ നോമ്പിന്റെ പോരിഷ കഥയിലൊന്ന് മൊതുങ്ങോല്ല. മുത്ത റസൂലെന്ന് പാതിരാവിലും മുസല്ല വിട്ടിട്ടിറങ്ങാറില്ല. അള്ളാന്റെ റസൂല് പാദരാത്രി പോലും മുസല്ല വിട്ട് പോരൂല്ല. എന്നിട്ട് മുസല്ലിം കൊണ്ട് നമ്മൾ പള്ളിയിൽ നോടി. റസൂല് പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞ് അവിടെ ഇരുന്നോളണം. അതാ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് അല്ലേ? ആ റസൂലിൽ നിന്ന് എന്തൊന്ന് ചെയ്തുവോ അതിന് ഫോളോ ചെയ്യും. അതിനെതിരെ ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വലാത്തില്ലാത്തവരാൻ. അങ്ങനെയാണോ പ്രിയമുള്ളവരെ? ആ റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത് ധാരാളമായി ചൊല്ലിക്കോ. ആ ഹബീബിന്റെ പേരിൽ എത്ര സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റോ അത്രയും സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ. ഇനിയോ അടുത്ത വിഷയം വരുന്നത് എന്താണെന്നറിയോ? മുജാഹിദുകൾ ഔലിയാക്കളില്ലാത്തവരാ, ഔലിയാക്കളെ മാനിക്കാത്ത ആളുകളാ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് പറയാനുള്ളത് ഔലിയാക്കളില്ല എന്നല്ല, ഔലിയാക്കളെ മാനിക്കണ്ട എന്നല്ല. ആരാണ് ഔലിയാക്കൾ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. 10-ാം അധ്യായം 60-61 ആയത്തുകളിലൂടെ എടുത്തു നോക്കിക്കോ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയാ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നറിയോ? വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാണ്. ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിക്കോ. തഫ്സീറുൽ ഖുർആനുൽ അലീമിലോട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, മൻ കാന ലില്ലാഹി തഖിയാ കാന ലില്ലാഹി വലിയാ. ആര് അല്ലാഹുക്ക് തഖ്വയോടുകൂടെ ജീവിച്ചോ അവൻ അല്ലാഹുവിന്റെ വലിയായി തീർന്നുവെന്നാ. ഔലിയാക്കൾ ഉള്ളവരാണ്, അവർക്ക് സ്ഥാനമുള്ളവരാണ്, അവർക്ക് മഹത്വമുള്ളവരാ. അല്ലാഹു മാനിക്കുമ്പോ അവർക്ക് കൊടുക്കുന്നതാണ് കറാമത്ത് എങ്കിൽ അതും മുജാഹിദുകൾ അംഗീകരിക്കുന്നവർ തന്നെയാ. എന്നാൽ ഇതാ വിലായത്തിന്റെ പേര് പറഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ കാക്ക നാളെ രാവിലെ ഇറങ്ങി വന്നിട്ട് ഒരു പച്ചപ്പട്ടും ധരിച്ചുകൊണ്ട് ഞാനൊരു വലിയാണെന്ന് പറഞ്ഞ അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല. കാരണം ലോകത്തിലൂടെ കടന്നു വന്ന ഉന്നതരായ ഔലിയാക്കൾ ആരാണെന്നറിയോ? ഏറ്റവും വലിയ ലോകത്തിന്റെ വലിയ ആരാണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ വരുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 4 ഖുലഫാഉർ റാഷിദുകളും തുടർന്ന് വരുന്ന സഅദും സഈദും സുബൈറും തൽഹത്തും വഅബീ ഉബൈദത്തും വബിനി ഫിന്നാശീരിൽ കറമി. അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവ് കൊണ്ടാ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ സ്വഹാബത്തിൽ ഉന്നതരായ ഔലിയാക്കളില്ലേ? ആ ഔലിയാക്കളുടെ പാതയും നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും ഒരു വലിയ റൂമിൽ അടച്ചിരുന്നുവോ? ഇങ്ങോട്ട് പോരെ, രോഗം മാറ്റിത്തരാൻ. വ്യാധികളുണ്ടോ? സ്ഥലത്തിന്റെ ദോഷമുണ്ടോ? വിവാഹ പ്രശ്നമുണ്ടോ? പോരെ, ഞങ്ങൾ മാറ്റിത്തരാ എന്ന് പറഞ്ഞ് ലോകത്തൊരു വലിയ പോലും ഇരുന്നിട്ടില്ല റസൂലുള്ളാഹിന്റെ ഉമ്മത്തില്. എന്നിട്ടോ പുതിയ പുതിയ ഔലിയാക്കളെ കൊണ്ടുവരാ. ജദ്ബിന്റെ ഹാലെന്ന പേര് പറഞ്ഞുകൊണ്ട്. ആരാ പ്രിയമുള്ളവരെ ഈ ഹാല് നിങ്ങളോട് പഠിപ്പിച്ചതാരാ? ഏത് പ്രമാണങ്ങളിലാ ഉള്ളതോ? ഏത് ഖുർആനിലാ ഉള്ളതോ? ഏത് ഹദീസിലാ ഉള്ളതോ? ലക്ഷക്കണക്കായ ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് വെല്ലുവിളിക്കാ. എവിടെയാ ജദ്ബിന്റെ ഹാലിന്റെ ഔലിയാഇന്റെ വിഷയം പറയുന്ന ഒരു ഹദീസ് കാണിച്ചു തരാൻ പറ്റോ? എന്നാൽ ആധുനിക കാലഘട്ടങ്ങളിലൂടെ ഉടലെടുക്കുന്ന ഔലിയാക്കൾ ആരാണെന്നറിയോ? അവർ ജദ്ബിന്റെ ഹാലുള്ളവരാണ്. ഈ ജദ്ബിന്റെ ഹാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ വലിയൊരു സംഭവമാണ്. അതിന് മലയാളം എന്നറിയോ? മുഴുവട്ടനായി തീരാം. ജദ്ബിന്റെ ഹാൽ എന്ന് പറഞ്ഞാൽ സൂഫീസ് എല്ലാ മേഖലയും വിട്ടിട്ട് തനി ഭ്രാന്തനായി പോകുന്ന മേഖലക്കാണ് ജദ്ബിന്റെ ഹാൽ എന്ന് പറയാം. ഏത് വലിയ ജദ്ബിന്റെ ഹാലിൽ വന്ന റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ഒരൊറ്റ ആൾ. നമ്മൾ പറയും ഇങ്ങനെ അതിങ്ങനെ പൊട്ടിമുളക്കല ഓരോ സമയത്ത്. അതിങ്ങനെ ആൾ വന്നു എന്നിട്ട് പറയും ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ നന്ദി പറഞ്ഞ് നമ്മുടെ ഹനീഫ മാഷ് അതിൻ്റെ ഇടയിൽ ഇവിടെ പഴുന്നാനെന്ന പയ്യൂർക്കൊരു ഉത്സവം കൊണ്ടുവന്നതിനിടയിൽ പിന്നെ യൂസഫ ചാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാനില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ പറ്റിയിട്ടല്ല നമ്മൾ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന അറിയോ? കണ്ടോ ഔലിയാക്കളെ പറ്റി പറഞ്ഞു. ഔലിയാക്കളെ എല്ലാം നമ്മൾ പറയും. അതിൻ്റെ പേര് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന സമ്പ്രദായം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആഖിറത്തും പഠിച്ചു നമ്മുടെ ഹൈറാക്കി കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം പൂരത്തിൻ്റെ ഇടയ്ക്ക് ചാടി. ഏത് പൂരത്തിൻ്റെ ഇടയ്ക്ക്? പഴുന്നാൻ എന്ന പയ്യൂർക്ക് കൊണ്ടേ. ഞാൻ നിങ്ങളോട് ചോദിക്കാം, പഴുന്നാനക്കാരോട് ചോദിക്കാം, ഇവിടെ പിന്നെ വല്ലപ്പുഴക്കടുത്തുള്ള നെല്ലായ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മുസ്ലിയാർ വന്നിട്ട് പഴുന്നാനത്തെ കറാമത്ത് പറഞ്ഞപ്പോൾ മസ്ജിദിൻ്റെ അകത്തെന്ന് പറഞ്ഞപ്പോൾ ഏത് ഉത്സവ പഴുന്നാനയുടെ ചരിത്രത്തിൽ പയ്യൂർക്ക് കൊണ്ടുപോയിട്ടല്ലേ? ഒരെണ്ണം ഉണ്ടോ? അതിൻ്റെ ഇടയിൽ ചാടിക്കളിച്ച കറാമത്ത് പറഞ്ഞു. ഇതൊക്കെ ഏത് മൈക്ക് ഉപയോഗിച്ചാണ് പറയുന്നത്? അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ. അതിൻ്റെ പേരിൽ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇത് പറഞ്ഞ ആ വ്യക്തിഹത്യയിലേക്ക് നമുക്ക് ഒരു വ്യക്തികളെ ആക്രമിക്കാനില്ല. എന്നോട് പലരും പറഞ്ഞു ഇവിടെ പള്ളി ഷരീഫ് എത്തിനൊക്കെ ഞങ്ങൾക്ക് നല്ല കോള് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനു കോള്? അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കട്ടെ. നമുക്കൊരു കോളിൻ്റെ ആവശ്യമില്ല. വ്യക്തികളെ ആക്രമിക്കുന്ന നമ്മുടെ പാതയല്ല, ആദർശങ്ങളെ ആക്രമിക്കും.
ആദർശത്തിൻ്റെ മേലാര് കിടന്ന അതിനെ നമ്മൾ ചോദ്യം ചെയ്യും. ഒരു വ്യക്തി എന്തോ അതാളും പഠിച്ചോനും നമ്മൾ തീർക്കട്ടെ. ദീനുമ തൊട്ട് കളിച്ച ദീനിനെ നമ്മൾ പറയും, ആ വിഷയം മാത്രം. അപ്പം ഇങ്ങനെ ചാടിക്കളിക്കുന്ന ആളുകൾ ഇതൊക്കെ വിലായത്തായിട്ട് എണ്ണിപ്പറ നമ്മൾ പറയും. അല്ല, അതല്ല. അതുകൊണ്ടൊരു കച്ചവടം നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട 2 സ്വഹാബത്ത് ഇരുട്ടിലൂടെ നടന്നു പോകുകയാ. ആ പോകുന്ന വഴിയിൽ അവരുടെ മുന്നിൽ ഒരു വെളിച്ചം വരികയാണ്. അവർ രണ്ടുപേരും 2 വഴിയിലേക്ക് തിരിയുമ്പോ അത് 2 വെളിച്ചമായി മാറുകയാ. ആ സഹാബത്തിനുള്ള കറാമത്താ. അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല, സഹാബ നിങ്ങളുടെ കറാമത്ത് വെളിവായിട്ടുണ്ട്, അതുകൊണ്ട് നാളെ മുതൽ ഒരു റൂമിലിരുന്നോ, വിലായത്തിന്റെ പട്ടം നിങ്ങൾക്ക് അലങ്കരിച്ചു തരാ. നിങ്ങൾ മരിച്ചാൽ 10 അടി ഉയരത്തിലുള്ള കബറാണ് കെട്ടിപ്പൊന്തിക്കേണ്ടത്.